എനിക്ക് ശേഷം എന്നെ പ്രതിനിധീകരിക്കാൻ ആരുമില്ല. എനിക്കുള്ളതെല്ലാം പെൺകുട്ടികളാണ്. അതുകൊണ്ട് എന്നോടുകൂടി ഈ കുടുംബയോഗത്തിൽ എൻ്റെ സാന്നിധ്യം അവസാനിക്കും. ഞാൻ അവസാനിക്കുന്നതോടുകൂടി ഇവിടെ നേരത്തെ മിസ്റ്റർ ആർ വി ജോസ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒരു തിരക്കിട്ട ഒരു പരിപാടിയുടെ നടുവിലാണിത്. പെട്ടെന്നാണ് പ്രൈം മിനിസ്റ്റർ 5-ാം തീയതി എറണാകുളത്ത് വരും എന്നറിയിച്ചത്. രാമപുരത്തൊക്കെ നോക്കിയിട്ട് മൂന്ന് ഹെലികോപ്റ്റർ ഒരുമിച്ച് വരണം. അതിറങ്ങാനുള്ള സമയം ഇവിടെ അടുത്തൊന്നും കിട്ടിയില്ല. അതൊക്കെ ഗവൺമെൻറ് പരിശോധിച്ച് ഇവിടെ വരാൻ നിവൃത്തിയില്ലെന്ന് അറിയിച്ചു. ഇവിടെ വരുമെന്ന വിചാരത്തിലാണ് ഇവിടുത്തെ ഒരു ഡെലിഗേഷൻ ഡൽഹിയിൽ പോയി ഡോക്ടർ മൻമോഹൻ സിംഗിനെ ക്ഷണിച്ചത്. അദ്ദേഹം ദീർഘനാളായി എനിക്ക് പരിചയമുള്ള പാർലമെൻറ്റിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായപ്പോഴും പ്രധാനമന്ത്രിയായപ്പോഴും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനിടയായ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചു. അപ്പം 5-ാം തീയതി എറണാകുളത്തെ സെൻറ്റ് തെരേസാസ് കോളേജിലെ ഒരു ഓഡിറ്റോറിയത്തിലാണ് അദ്ദേഹത്തിനുള്ള സ്വീകരണം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. 2007 ഡിസംബർ മാസം 31-ാം തീയതി നടന്ന ചോലപ്പള്ളി കുടുംബയോഗത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അപ്പം നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നു. ആ പാരമ്പര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം നമ്മളിലുണ്ട്. ഈ വർഷം നമ്മുടെ രൂപത ഒരു എപ്പാർക്കിയൽ അസംബ്ലി നടത്തിയപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം എന്ന് പറയുന്നത് വിശ്വാസ കൈമാറ്റം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും കാലം വളരെ പ്രൗഢമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് ചോലപ്പള്ളി കുടുംബത്തിലെ എല്ലാ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ആദ്യമായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് മിക്കവർക്കും എന്നെ അറിയാമായിരിക്കും, എങ്കിലും അറിയത്തില്ലാത്തവിടെ ഉണ്ടായിരിക്കുമെന്ന് കരുതുകയാണ്. ഞാൻ ഈ കുടുംബത്തിൽപ്പെട്ട പുറവക്കാട് ശാഖയിൽപ്പെട്ട കുളിഞ്ഞിയിൽ താമസിച്ചിരുന്ന തൊമ്മൻ എന്ന് പറഞ്ഞ ആളിൻ്റെ മകനാണ്. എൻ്റെ ചേട്ടൻ ഇവിടെ രാമപുരത്ത് ഹൈസ്കൂളിൽ പഠിച്ചതാണ്. നമ്മുടെ ടി എ ജോസഫ് സാറിനടുത്ത് പഠിച്ച ശ്രീ CT ജോൺ എന്ന് പറയുന്ന സാറിൻ്റെ അനുജനാണ്. ഞങ്ങൾ 3 ആണുങ്ങളും 3 പെണ്ണുങ്ങളുമുള്ള 6 പേരുള്ള കുടുംബത്തിലാണ്. അപ്പോൾ ഇന്ന് ഈ കുടുംബയോഗം നടക്കുന്ന വീട് എൻ്റെ ചിറ്റപ്പൻ, എൻ്റെ വല്യപ്പൻ്റെ അനിയൻ്റെ മകൻ്റെ വീടാണ്. അതായത് ഇവിടുത്തെ എനിക്ക് കുഞ്ഞീറ്റപ്പൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ എൻ്റെ വല്യപ്പൻ്റെ അനിയനാണ് ഇവിടുത്തെ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തിയിരുന്ന ബഹുമാനപ്പെട്ട രാമപുരത്ത് അടക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മത്തായി ചിറയിലച്ഛന്. അതിനുശേഷമുള്ള ഒരു അച്ഛനാണ് ഇതിന് നേരെ തൊട്ട് മുകളിൽ താമസിച്ചിരുന്ന കുഞ്ചിലോ പേരപ്പൻ്റെ മകൻ ഫാദർ എബ്രഹാം ചിറയിൽ MSFS. അദ്ദേഹമുള്ള ആ സഭയിൽ തന്നെയാണ് ഞാനും ചേർന്നത്. അതുകൊണ്ട് ഞാനും ദ മിഷണറീസ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് സെയിൽസ്, ദ മിഷണറീസ് ഓഫ് മിസ്റ്റർ ഫ്രാൻസിസ് സാരസൻ്റെ സഭ എന്നറിയപ്പെടുന്ന സഭയിൽപ്പെട്ട അംഗമാണ്. അതിനുശേഷം ഇപ്പോൾ മരിച്ചുപോയ ജോസിൻ്റെ മകന് ഇപ്പോൾ MST സഭയിൽ ചേർന്ന് സബ് ഡീക്കനായിട്ടുണ്ട്. അധികം താമസിയാതെ 1 കൊല്ലത്തിന് ശേഷം അദ്ദേഹം പട്ടം വയ്ക്കുന്നതായിരിക്കും. അങ്ങനെ ചെറിയ കുടുംബത്തിൽപ്പെട്ട ഞങ്ങൾ 2-3 അച്ഛന്മാർ ഇപ്പോഴുണ്ട്. ഈ കുടുംബത്തിൽ ശാഖയിൽപ്പെട്ട ഒരു വൈദികനായിട്ട് ഇവിടെ ഇന്ന് വരുവാൻ സാധിച്ച് എനിക്ക് അധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ നേരത്തെ ഏറ്റുമാനൂർ സെമിനാരി പ്രൊഫസറായിട്ട് പഠിപ്പിക്കുന്ന കാലത്ത് എല്ലാ കൊല്ലവും ഞാൻ ഇവിടെ വരുവാൻ വേണ്ടി പ്രത്യേക ഉത്സാഹം കാണിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം 2011 ഞാൻ സഭ വിട്ടതനുസരിച്ച് 2011 വരെ ഏതാണ്ട് 11 കാലം ജർമ്മനിയിലായിരുന്നു ശുശ്രൂഷ ചെയ്യുന്നത്. അതിനുശേഷം കഴിഞ്ഞ സെപ്റ്റംബർ മാസം തിരിച്ചു വന്ന് ഇപ്പോൾ ഞാൻ എറണാകുളം അതിരൂപതയിൽപ്പെട്ട കിഴക്കമ്പലത്തിനടുത്ത താമരശ്ശാല എന്ന് പറയുന്ന പള്ളിയിൽ വികാരിച്ചനായിട്ട് സേവനം ചെയ്യുകയാണ്. എൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യകാലത്തൊക്കെ മുടക്കക്കൂടാതെ വന്നിരുന്നതാണ്. പിന്നീട് അഭിവന്യ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലിയുടെ പ്രത്യേകത കൊണ്ട് ഈ 31-ാം തീയതി എനിക്ക് വരാൻ പറ്റാതെ പോയത്. എന്നെ പരിചയപ്പെടുത്തിട്ട് ഞാൻ ഫാദർ ജോസഫ് പുറവക്കാട്ട്, ഞങ്ങൾ അറിയപ്പെടുന്ന കടുകമ്പാക്കിൽ നിന്നാണെങ്കിലും കൊളിഞ്ഞിയിൽ പുറവക്കാട്ടിയാണ്. നമ്മുടെ ഈ മീറ്റിങ്ങിലുള്ളവരിൽ അധികം പേരും 50 വയസ്സിന് മേലെയുള്ളവരാണ്. പ്രായം കുറഞ്ഞവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളെയും കൂടി നമ്മൾ മീറ്റിങ്ങിൽ കൊണ്ടുവരണം. പിന്നെ കുട്ടികളുടെ ചില പ്രോഗ്രാം, ഡാൻസ്, അങ്ങനെ ചെറിയ പ്രോഗ്രാം നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തുവാൻ നല്ലതാണെന്ന് ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അവർ ഞാൻ മുന്നോട്ട് വരാത്തതുകൊണ്ട് ഞാൻ ഇവരെ എല്ലാവരെയും ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് സംഘടിപ്പിക്കുക എന്ന് പറയുന്ന മിക്കമാർക്കും അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഓരോരുത്തരും ഓരോരോ ശാഖ കുടുംബത്തിൻ്റെ ചരിത്രം എഴുതുക, ശാഖകൾ മാത്രമായിട്ട് കൂടുക
എളുപ്പമുള്ളത്. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, അത് തൃശ്ശൂർ ഭാഗത്താണ് താമസിക്കുക. അവരോടുള്ള പേഴ്സണൽ ബന്ധം കൊണ്ട് നമുക്കവരെ തിരികെ കൊണ്ടുവരാൻ പറ്റും. അവരോട് നമ്മൾ പറയണം, നീ അടുത്ത വർഷം കമ്മിറ്റിയിൽ വരണം, പിന്നെ നീ ഇന്ന വർഷം അല്ലെങ്കിൽ ഈ വർഷം സെക്രട്ടറി ആവണം അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി ആവണം. ഇങ്ങനെ അവരെ ഒന്ന് പൊക്കിയെങ്കിൽ മാത്രമേ വരികയുള്ളൂ. അത് പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു പരി. അവസരം ഞാൻ കാണുകയുണ്ടായി. പല കുടുംബങ്ങളും, ചില കുടുംബങ്ങളുടെ അഡ്രസ്സ് വരെ നിന്നു പോകുന്ന സാഹചര്യങ്ങളാണ്. കാരണം വളരെ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല പാരമ്പര്യപ്പെട്ട കുടുംബങ്ങൾ. ഒരിക്കലും പരിചയപ്പെടാത്ത നമ്മുടെ കുടുംബാംഗങ്ങളെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കൊരു സ്വഭാവം, കുടുംബയോഗത്തിലേക്ക് ഇത്രയും പേര് ഇവിടെ വന്നു, ഒത്തിരി പേര് വന്നു എന്നാണ് ഞാൻ വിചാരിക്കുക. സമയം കഴിഞ്ഞതുകൊണ്ട് പലരും പോയതായിരിക്കാം. കുടുംബയോഗം കൂടുന്നത് എന്തുകൊണ്ടും അർത്ഥവത്താണ്. പരസ്പരം ഒന്നിച്ചു കൂടുവാനായിട്ടും. ഇടക്കര ജോണി അച്ഛൻ വർക്കിംഗ് പ്രസിഡന്റ്, ചിറയൽ ജോർജ് അച്ഛൻ, കച്ചറമറ്റത്തിലച്ഛൻ, ബറോക്കട്ടച്ഛൻ, നമ്മുടെ ബഹുമാനപ്പെട്ട RDO ബേബി ചായൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരി സഹോദരന്മാരെ, കൃതജ്ഞത പറയുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം.